ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നീ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. കുറച്ച് തിരക്കായത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഈ 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഹലോ ഫ്രണ്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി ടിപ്പ് ഫോർ എ PG സ്റ്റുഡൻറ്റ് വേണ്ടിയുള്ള സ്റ്റഡി ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലാൻ യുവർ സ്റ്റഡി. അതായത് ഫസ്റ്റിൽ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഡെയിലി എത്ര ചാപ്റ്റർ വീതം നമ്മൾ പഠിച്ച് തീർക്കും എന്ന് പറഞ്ഞ് നമ്മളൊരു ടൈം ടേബിൾ ഫസ്റ്റിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് വേണം ഫസ്റ്റിൽ പഠിച്ച് തീർക്കാൻ. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ MCOM ആണെങ്കിലും MA ആണെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഏത് സബ്ജക്റ്റാണോ അത് വേണം ഫസ്റ്റിലെ സ്റ്റഡി ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് കോളേജിൽ നിന്ന് തരുന്ന നോട്ട് മാത്രം റെഫർ ചെയ്യരുത്. സെൽഫായിട്ട് നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലൈബ്രറി പോയിട്ട് ബുക്കും നമുക്ക് റെഫറൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ചധികം നോട്ട്സ് കിട്ടും. അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. രണ്ടാമത്തെ ടിപ്പാണ് മാനേജ് ടൈം വെൽ. അപ്പോൾ നാളെയാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഇന്നായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു മാസം മുമ്പെങ്കിലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നാളെയാണ് എക്സാമെങ്കിൽ നമ്മൾ ഇന്ന് അത് റിവൈസാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇന്ന് കുത്തിയിരുന്ന് പഠിക്കരുത്. നമ്മൾ ഒരു മാസം മുമ്പെങ്കിലും നമ്മൾ പഠിക്കേണ്ട പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഇപ്പോൾ നമുക്ക് ഒരു എസ്സേ ഉണ്ട് പഠിക്കാം. വലിയ എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് സ്മോൾ പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 4 പേജ് എസ്സേ ആണുള്ളത്. അയ്യോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും. ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കില്ല. ലാസ്റ്റ് ഒന്നും പഠിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പേടിക്കാതെ ആ എസ്സേ നമുക്ക് ചെറിയ ചെറിയ പാർട്ടായിട്ട് ആക്കി നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ ടിപ്പാണ് സ്റ്റഡി സ്മാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് സ്വന്തമായിട്ട് ഓൺ വേർഡിൽ തന്നെ അത് എഴുതാൻ പറ്റും. ആ ടെസ്റ്റ് കൊടുത്തേക്കുന്ന പോലെ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഓൺ വേർഡ് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അത് ഷോർട്ട് നോട്ട്സ് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനെയർ വർക്കൗട്ട് ചെയ്യുക. അത് ഹെൽപ്ഫുള്ളാണ്. റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റെഗുലറായിട്ട് റിവൈസ് ചെയ്യുക. ഇപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. മാക്സിമം ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. ഓക്കെ, അവോയ്ഡ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. എക്സാമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തും ഈ എക്സാമിൻ്റെ സമയത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യണം. 6 to 7 അവർ നമ്മൾ മിനിമം ഉറങ്ങിയിരിക്കണം. അത് ഹെൽത്തി ഫുഡായിരിക്കണം നമ്മൾ ആ ടൈമിൽ കഴിക്കേണ്ടത്. പുറത്തുനിന്നുള്ള ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് ബ്രേക്സ് എടുക്കണം. ബ്രേക്ക് നമ്മൾ എടുത്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാനും പാടില്ല. ഇത്രയൊക്കെ ടിപ്പാണ് PG സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം ഹെൽപ്ഫുള്ളാണെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക.